ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എണീച്ചിട്ടുണ്ട് രാവിലെയായിട്ട്. ഇപ്പോഴൊക്കെ മഴയൊന്നുമില്ല തോന്നുന്നു ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കില്ലേ ഒരു മിഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കസ്റ്റമർ, അതായത് നമ്മുടെ ഒരു വാടക ഗുണ്ടി ചെയ്യണല്ലോ, കള്ളനെയല്ലോ ഗൈസ്. നമ്മൾ രാത്രി ആവണം ഇവർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി അടിച്ച് മാറ്റാനാണ് ഗൈസ്. എന്ത് വണ്ടിയാണെന്ന് അറിയില്ല, സ്വന്തം വണ്ടി എടുത്ത് പോകണ്ട ഗൈസ്. നമ്മളിവിടെ ഒരു സൈക്കിളൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് തിരിച്ച് പോകാം ഗൈസ്. ഇതൊക്കെ മതി. സ്വന്തം വണ്ടി എടുത്ത് പോയാലേ മുതലാവും ഗൈസ്. എന്താ ഗൈസ് ട്രാഫിക്കാ. ഈ രാത്രിയൊക്കെ ഇവരെന്തിനാ വണ്ടി ഓടിക്കുന്നത് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല ഗൈസ്. നല്ല ഇടിമിന്നലുണ്ട് ഗൈസ്. നേരെ കാണുന്ന ഈ വീടാണ് കേട്ടോ ഗൈസ്. നമുക്ക് നോക്കാം ഏതാ വണ്ടി നോക്കാം. ഇവിടെ ആരുമില്ല. ഗൈസ് ഇതൊരു ഗോൾഡൻ കാറാണല്ലോ. രാമ ഈ ഇടിമിന്നൽ എന്നെ കൊല്ലുവോ? ഗൈസ് ഇത് ലംബോർഗിനി ഉറൂസാണ്. സീന് വണ്ടിയാണ് ഗൈസ്. നമുക്ക് ഏതിൽ കൂടെ ചാടാം. ഇവിടെ CCTV ഒന്നും ഇല്ലാന്ന് വിചാരിക്കണോ? എൻ്റെ അമ്മച്ചി ഗൈസ് നമ്മൾ വീണിട്ടുണ്ട് നൈസായിട്ട്. എണീക്കുക ഗൈസ്. ഇത് തുറക്കണില്ല. വണ്ടിയെ. ഈ വണ്ടി തുറക്കുന്നില്ല ഗൈസ്. നമുക്ക് ഈ വീട്ടിലെ കീ തപ്പാം. ഇവിടെ ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നണേ. അയാൾ പൊട്ടാനാണെങ്കിൽ ഇവിടെ വെക്കുക ഗൈസ്. ഇവിടെ ആരും ഇല്ലാത്ത തോന്നണം. ഓരോ അയ്യോ ഗൈസ്, എടാ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. ഞാൻ ഇതുവരെ വെറുതെ കയറിയതാ. പിന്നെ നീ അങ്ങനെ കയറുമോ? അതായത് നിൻ്റെ അച്ചി വീട്. എൻ്റെ അമ്മച്ചി. പിന്നെ അവന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവൻ പോലീസിനെ വിളിക്കാത്ത. ഗൈസ് നമുക്ക് ഇവിടെ ഒക്കെ നോക്കാം ഗൈസ്. കീ കിട്ടി ഒരു കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേഗം ഗൈസ് ഇതെന്തത്, എന്ത് ദിനാണെന്ന്. വല്ലാത്തൊരു ദിനായി പോയി ഗൈസ്. അതെന്തായാലും നമുക്ക് ഈ വണ്ടി എടുത്ത് പോകാം ഗൈസ്. ഈ വണ്ടി നമുക്ക് കസ്റ്റമറിൻ്റെ നാളെയാണ് ഏൽപ്പിക്കേണ്ടത്. അതുവരെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് സൂക്ഷിക്കണം ഗൈസ്. ശ്രദ്ധിക്കണം അമ്പാനെ ഗൈസ്. നമുക്കിതേ വേഗം എന്താ ഈ വണ്ടി ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. ഇതിന് നല്ല സൈസ് ഉണ്ട് കേട്ടോ. വലിപ്പമുള്ള വണ്ടിയാണ്. നമുക്ക് ഇവിടെ ഇടാൻ ആരും കാണുന്നില്ല എന്ന് വിചാരിക്കണം. ആരും കാണില്ല എന്ന് വിചാരിക്കണം. നമുക്ക് ഒന്ന് ഡ്രസ്സ് മാറാം ഗൈസ്. നമ്മുടെ ഷോർട്സ് ഉണ്ട്. നമുക്ക് ഉറങ്ങാം ഗൈസ്. ഉറങ്ങാം ഗൈസ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. നല്ല മഴയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടേ കൊടുക്കണ്ടേ. ഈ ഡ്രസ്സൊക്കെ മതി ഗൈസ്. ഇനി ഡ്രസ്സ് മാറ്റാൻ സമയം പോവും. നമുക്ക് വേഗം ഇതെടുത്തിട്ട് പോവാം ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് വീട്ടിൽ നിന്ന്. നമുക്ക് വേഗം ഇനി പടച്ച് വിടാം ഗൈസ്. ഇവിടെയാണ് നമ്മൾ ലൊക്കേഷൻ കസ്റ്റമർ ഇട്ടുതന്നെ. നമുക്ക് ഇവിടെ നിന്ന് നിർത്താല്ലേ വേണം ഇങ്ങോട്ട് കയറ്റുക ഗൈസ്. കസ്റ്റമർ വരുന്നേരം വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഈ കസ്റ്റമർ വന്നിട്ടുണ്ട്. ഗൈസ് ഇതൊരു പോലീസുകാരനാണ്. എന്താ സാറേ അതാ വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. 15 കോടിയൊക്കെ ഉണ്ടാവും. 5 എനിക്ക്, ബാക്കി 10 സാറെത്തോ. ആടാ അതൊക്കെ നമ്മൾ ശരിയാക്കി തരാം. 5 ഞാൻ നിനക്കിപ്പോൾ അയക്കാം ഗൈസ്. അയാൾ പൈസ അയക്കാന്ന് പറഞ്ഞിട്ട് പൈസ നേരെ എടുത്ത് തന്നു കേട്ടോ ബാങ്കിൽ പോയിട്ട്. ഗൈസ് നമുക്കിനി പോവാനൊരു വണ്ടി വേണം. ഈ ഒരു ബുള്ളറ്റ് എടുക്കാം ഗൈസ്. തൽക്കാലം അതെടുത്ത് വേഗം വീട്ടിലേക്ക് പോവാം. ഇതിമ്മ കീയൊക്കെ ഉണ്ട് ഗൈസ്. വേഗം പോവാം ഗൈസ്. ഇനി വീട്ടിലെത്തിയിട്ട് ഈ പൈസ കണ്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി ഗൈസ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കണ്ട് അതിനും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അയ്യോ ഗൈസ് ചാടിക്കാൻ നോക്കിയതാ, നടന്നില്ല, ഒത്തില്ല ഗൈസ്. നമുക്ക് ഇവിടെ നിൽക്കാം ഗൈസ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇത് കണ്ട ഗൈസ്, നമ്മളൊരു G-Wagon, പിന്നെ പോരാത്തതിന് ഒരു മോഡിഫൈഡ് താറും, പിന്നെ ഒരു സാധാ താറും നമ്മൾ 5 കോടി വെച്ച് മേടിച്ചതാണ് ഗൈസ്. സീനുകൾ വണ്ടിയൊക്കെ സീനുകളാണ് കേട്ടോ. സൂപ്പർ വണ്ടികളാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേലൊക്കെ കറങ്ങാൻ പോവാം. കറങ്ങാന്നല്ല, നമുക്ക് വണ്ടിയൊക്കെ എടുത്തിട്ടൊന്ന് ചില്ല് ചെയ്യാൻ പോവുക ഗൈസ് എങ്ങോട്ടെങ്കിലൊക്കെ. ഗൈസ് ഇതാണ് ആ ഫ്രാങ്ക്ലിൻ്റെ വീട്. നമുക്കിവിടെ നിർത്താം. 5 കോടി അവന് കൊടുത്തത് ശരിയായില്ല എന്ന് തോന്നുന്നു. നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. അവൻ സുഖിച്ചിരിക്കുക. നമുക്ക് ഗണ്ണെടുക്കാം. അവനെ എപ്പോഴാണ് പൊട്ടി മുളച്ച് വരിക എന്നറിയില്ല ഗൈസ്. ഫ്രാങ്ക്ലിനെ നീ എവിടെടാ? ഇവിടെയൊന്നും അവനെ കാണുന്നില്ല ഗൈസ്. അവനൊരു പണി ഇരിക്കട്ടെ. അല്ല പിന്നെ അവൻ്റെ ഒരു വണ്ടിയും കിണ്ടിയും അവിടെ കിടക്കട്ടെ ഗൈസ്. അതിന് നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോകാനല്ല ഗൈസ്. ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ 3 വണ്ടി പൊട്ടിത്തെറിപ്പിച്ചില്ലേ. ഇപ്പോൾ ഈ ഡിഫൻഡർ ബാക്കി വെക്കുന്നതേ അത് നല്ലതല്ല.
ഒരു വണ്ടിയിൽ അങ്ങനെ അവൻ പോണ്ട. അവനവിടെ ഒന്ന് കാണല്ലോ കേട്ടോ ഗൈസ്, എന്താണെന്നറിയില്ല. അയ്യേ അമ്മേ ഗൈസ്, ആക്സിഡന്റ് ആയി എൻ്റെ അമ്മയ്ക്ക്. ഗൈസ് നമ്മൾ എണീച്ചിട്ടുണ്ട്, ഭാഗ്യം ഗൈസ്. നമുക്ക് ഈ വണ്ടി എടുത്ത് പോവാൻ. നടുവിലൊക്കെ നല്ല വേദന, നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മളെ നടുവൊക്കെ ഒന്ന് ജസ്റ്റ് ഫുൾ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. നമുക്ക് വേഗം വണ്ടി എടുത്ത് പോവുക ഗൈസ്. എൻ്റെ നടു ഇപ്പോഴും വേദന ഉണ്ട്. ഇനി എങ്ങോട്ടാണെന്നല്ല ഗൈസ്, നമുക്ക് വണ്ടി എടുത്ത് നേരെ ഈ തൊട്ടടുത്ത് ഈ വീട്ടിലൊക്കെ വേണം. ഇവിടെയാണ് ആ ഫ്രാഗ്ലിൻ്റെ ആൾക്കാരൊക്കെ ഉള്ളത് ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവന്മാരെയൊക്കെ തട്ടണ്ടേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ കയറി വരുന്നു. ആഹാ, ഇവിടെ തന്നെ ഉണ്ടോ മുത്തുമണികളെ? ആര്യ, എന്താണ് ഇവിടെ കാര്യം? ഇവിടെ എന്താ കാര്യം എന്നോ? ഞാനാണ് SI സുഗുണൻ. സുഗുണനോ? സാരെന്താ ഇവിടേക്ക്? ഞാനേ ഇതുവഴി വന്ന. എവിടെയാ ഫ്രാങ്ക്ലിൻ തന്നെ എവിടെയെന്ന് പറയത്തില്ല. അയ്യാ ഗൈസ്, നമ്മളിവിടെയൊക്കെ തട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവരൊക്കെ ഇപ്പം പോയിട്ടുണ്ട്. അവന്മാരൊരു വീട് അല്ല പിന്നെ അവരങ്ങനെ വീട്ടിൽ താമസിക്കണ്ട ഗൈസ്. നമുക്കൊണ്ട് വീട്, അത് വേറെ കാര്യം, ഇത് വേറെ കാര്യം. നമുക്ക് വണ്ടി എടുത്ത് വേഗം പോവാ ഗൈസ്. അവനങ്ങനെ ലാവിഷായി ജീവിക്കാന്നാണ് അവൻ്റെ വിചാരം. ഗൈസ് നമ്മളങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം വണ്ടിയൊക്കെ ചാടിച്ച് വേഗം പോവാം. ഇതാ ഗൈസ് അവരുടെ വീടെത്തി. മേലെ നമ്മൾ ഇപ്പം ഒരു സമാധാനമുണ്ട് ഗൈസ്. എൻ്റെ അമ്മോ. ഹായ് ഗൈസ്, അപ്പം നമ്മൾ കറങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഡിഫൻഡർ, ഓ മൈ ഗോഡ്, എൻ്റെ ബാക്കിയുള്ള വണ്ടിയുടെ മോഡിഫൈഡ് താറും ജി വാഗണും ആൻഡ് സാധാരണ താറും. എൻ്റെ ഡിഫൻഡർ നിന്ന് കത്തുണ്ടായിരുന്നു ഗൈസ്. വണ്ടി നിന്ന് കത്തുന്നേ ഗൈസ്. നമുക്ക് വേഗം പോയിട്ട് നോക്കാം. CCTV ഒക്കെ ഉണ്ട് അവിടെ. CCTV വെച്ചത് നന്നായി ഗൈസ്. നമുക്ക് വേഗം നോക്കാം ഗൈസ്. ഗൈസ് ഇതാ SI തെണ്ടിയാണ് ഗൈസ്. അവൻ്റെ പരിപാടിയാണ് ഗൈസ് ഇതൊക്കെ. അവൻ്റെ പരിപാടി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെ. ഹലോ അണ്ണോ, രക്ഷിക്കണ്ണോ. എന്താടാ അണ്ണോ? അത് ഈ ഒരു പോലീസുകാരനോ അങ്ങനെ ആരോ വന്നിട്ട് നമ്മുടെ ചെറുകന്മാരെയൊക്കെ അടിച്ചിട്ടെന്നേ. എടാ ഞാൻ ഇപ്പോൾ വരാട്ടോ ജോസേ. അണ്ണ വേഗം പോ. ഓക്കെ ഞാൻ ഇപ്പോൾ വരാം. ഗായ്സ് ജോസ് നമ്മൾ വിളിച്ചിരുന്നു. നമ്മുടെ ഒരാളാണ്. അവൻ പറഞ്ഞ ഒരു SIയോ അവൻ തന്നെ ഗൈസ്. ആ പോലീസുകാരനല്ലേ, അവൻ തന്നെയാണ് ഗൈസ്. അവനെ ഞാനിന്ന് എനിക്ക് ഭ്രാന്ത് വരുന്നു ഗൈസ്. നമ്മുടെ ആളുകളൊക്കെ അടിച്ചിട്ടെന്ന് ആണ് ജോസ് പറയുന്നത്. നമുക്കെന്തായാലും പോവാം. ഇനി അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ജോസ് ഉള്ളതിൻ്റെ ഭാഗ്യം ഗൈസ്. നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയി വന്നാൽ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് അവനെ അന്വേഷിക്കാം. എന്താ സാറേ, പോലീസാണോ? അല്ലടാ, ഇവിടെ കയറി വന്നിട്ട് നിൻ്റെ അമ്പലാന്ന് വിചാരിച്ചോ? അല്ല സാറേ, എവിടെടാ SI? അയ്യാ. അല്ല പിന്നെ അവൻ പറയത്തില്ലെന്ന് എനിക്കറിയാം ഗൈസ്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, അവൻ്റെ ആളല്ലേ, അപ്പം അങ്ങനെ വരൂ. ഇവിടെയൊന്നും കാണുന്നില്ല ഗൈസ്. കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ എൻ്റെ കൈ കിട്ടി ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ അവനിട്ട് ഞാൻ കുഴയ്ക്കും. എവിടെ അവൻ? ഇവനെ എവിടെയും കാണാനില്ല ഗൈസ്. എന്നെ പേടിച്ച് ഒളിച്ചു എന്നാണ് തോന്നണേ. അണ്ണാ, അവനെ നമ്മളെ എന്താ കാട്ടിയെന്നറിയാം. നമ്മുടെ എത്ര ആൾക്കാർ പോയി അണ്ണ. അണ്ണൻ ഒരു നടപടി എടുക്കുന്നില്ലേ? മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ അണ്ണ. അവൻ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അണ്ണ. എങ്കിൽ അവനെ കൊല്ലണ്ണ. നമ്മുടെ ആളുകളൊക്കെ എന്നെ കൊല്ലാൻ അങ്ങനെ നിങ്ങൾ വിചാരിച്ച് നടക്കണ്ടേ? ഈ ഫ്രാങ്ക്ലിൻ വിചാരിച്ചാൽ എന്തും നടക്കും. പിന്നെ നിന്റെ പെർമിഷൻ വേണ്ട നിന്നെ കൊല്ലാൻ തന്നെ. എൻ്റെ പെർമിഷനിലാണ് പിന്നെ നിങ്ങൾ എന്നെ എങ്ങനെ കൊല്ലുന്നേ? അതോ നിന്റെ പെർമിഷൻ ഇല്ലാണ്ട് നിന്നെ കൊല്ലുന്നത് ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം ഗൈസ് നമ്മുടെ സ്ഥിരം പരിപാടി എന്താന്ന്. നീയേ തൽക്കാലം ഇവിടെ നിൽക്കണം മോനെ. എന്നാ പിടിച്ചോ. അല്ല പിന്നെ കുത്തി അടിച്ച് വീണിട്ടുണ്ട് അവനെ ഇങ്ങനെയല്ല ഗൈസ് കൊല്ലണ്ട. കുറച്ച് സ്റ്റിക്കി ബോംബ് എടുത്തിട്ട് വിശ്വാസവഞ്ചന. ഇവനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് ഇതിലും കൂടെ സ്റ്റിക്കി ബോംബ് വെക്കാം ഗൈസ്. ഇങ്ങോട്ട് മാറിക്ക്. പൊട്ടിത്തെറിച്ചൊക്കെ കൂടെ ഭിന്നുണ്ടാവും. മാറി നിന്നിട്ടുണ്ട്. 3, 2, 1 ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിതാ ഇവിടെ അവൻ്റെ വണ്ടി അവനെയും കൂടെ കത്തിച്ചിട്ടുണ്ട്. അല്ല പിന്നെ എൻ്റെ ആ ദേഷ്യമൊക്കെ അങ്ങോട്ട് തീർന്നിട്ടില്ല ഗൈസ്. പക്ഷെ അവൻ പോയില്ലേ. ഇനി ആരോടാ തീർക്കുക? അണ്ണാ അത് ചെയ്യരുത്. ചെയ്യത്തില്ലടാ. അവന്മാർ വിചാരിച്ച അവന്മാരെ ഞാനങ്ങ് വെട്ടിക്കൊല്ലുമെന്ന്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. സ്വന്തം ആളുകൾ അങ്ങനെ ചെയ്യാറില്ല ഈ ഫ്രാങ്ക്ലിൻ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതൊക്കെ പരിപാടിയൊന്നുമില്ല ഗൈസ്.
ഗായ്സ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക. ആൻഡ് പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.